ചേച്ചിയുടെ ഫോട്ടോ എടുക്കുവാന്ന്. ചേച്ചി ഇരിക്കുന്ന നോക്കി അന്തം വിട്ട പെരിച്ചാഴി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുകളെ പോലെ ഭൂമിയിലും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. കൊണ്ട് തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച് നമ്മുടെ കർത്താവ് ശംശിയുടെ സുവിശേഷം. 3-ാം നാൾ ഗലീലിയയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷകരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പരണികൾ ഉണ്ടായിരുന്നു. യേശു അവരോട് ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്ന് വന്നവർക്ക് കൊടുക്കുവിൻ എന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്നാണെന്ന് വെള്ളം കോരിയ ശുശ്രൂഷകരല്ലാതെ വിരുന്നുകാരും അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നിനായി രുചിച്ചു നോക്കിയപ്പോൾ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനായിലെ കല്യാണത്തിന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവരുടെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവ് എത്രയും ദയുള്ള മാതാവേ, എങ്ങനെ സംഗീതത്തിലൂടെ അവിടുത്തെ സഹായം തേടി മധ്യസ്ഥം യാചകരിൽ ഒരുവനെങ്കിലും ഒഴിച്ചാലോതികൾക്ക് പെടില്ല. നിങ്ങളുടെ കന്യകളെ രാജ്ഞ മാതാവേ, ഈ ശാസ്ത്രമായിരിക്കട്ടെ അങ്ങനെ ത്രിപാദികൾ ജ്ഞാനത്തിൽപ്പെട്ടവരുടെ മാതാവേ, എൻ്റെ വിഷയപേക്ഷിക്കാതെ കേട്ടുകൊള്ളണമേ. ആമേ. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. സമർത്ഥമായ കൊലുത്തുകളിൽ അവിടെ നിന്ന് നയിക്കും. അത്യുന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നതിനും ദൈവത്തിന് തണലിൽ ജീവിക്കുന്നതിനും ഭാഗ്യവാനാകുന്നു. വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾ ഇന്നത്തെ കല്യാണത്തെ, എൻ്റെ മോളുടെ കല്യാണത്തെ എല്ലാം അനുഗ്രഹിച്ച്, വിവാഹ ജീവിതത്തെ എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവേ, പരിശുദ്ധ അമ്മയെ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ തിരുക്കുമാരൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാം ജീവിതത്തിലും, കുഞ്ഞിൻ്റെ ജീവിതത്തിലും, വേസുവിൻ്റെ എല്ലാം ജീവിതത്തിലും ഉണ്ടാകുമാറാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഇന്നേ ദിവസം വർഷിക്കണമേ. എല്ലാം ഭംഗിയായി നടക്കുവാൻ കൃപ ചൊരിയണമേ. വിശുദ്ധ തോമാസ് ലീഗായെ ഞങ്ങൾക്ക്, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഇടവകയുടെ മധ്യസ്ഥ ഡൊമിനിക്കയെ, വിശുദ്ധ ഗൗരീസ് വെള്ളിച്ച, വിശുദ്ധ സെബസ്ത്യാനോസെ, വിശുദ്ധ കൊച്ചു തുളസിയായെ, വിശുദ്ധ ഏലിശ പുണ്യോതിയെ, വിശുദ്ധ ഫിലോമിനായെ, പൂർവ്വപിതാവായ യോസപ്പെ, അബ്രാഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.